ഒരു ലാർജ് ഇടട്ടെ സാധനം. ഒന്നുകൂടി താ ചേട്ടാ. എത്രയായി? 62 രൂപയായി. ഒരു പെഗും കൂടി വേണം. താങ്ങുവോ? വേണ്ടല്ലേ? ശരി. ഒരു പൈൻ്റെ റമ്മും കൂടി. കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയാ. ഇറങ്ങിട്ടെ. ഈ ഉപകാരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല. കാശ് എടുക്കണം. കാശോ? സ്നേഹത്തിന്റെ പുറത്തല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്. എന്തോ 5 രൂപയോ വല്ലതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താ സാറേ. തിരിച്ച് കല്ലടിച്ച് പോണ്ടേ? കല്ലടിച്ച് പോണ്ട, ഞങ്ങളിവിടെ വരാം. പക്ഷെ ഞങ്ങളെ തിരിച്ചിവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾക്കറിയാം. പോടെ പോടെ പോടോ. എവിടുന്ന് കെട്ടിയെടുത്ത് പണ്ടായിരുന്നു രാത്രി ശല്യപ്പെടുത്താനായിട്ട്. കുടിപ്പതുക്കൊരു മനമിരുന്നാൽ ഇത് നെത്തോലിയുള്ളേ ഉള്ളു. പെരിച്ചാഴിയുടെ ആർക്കറിയാം. വാ വാ വാ. ഇവിടെ വൊമിറ്റ് ചെയ്യുന്ന റൂം ഏതാണ്? അളിയാ സേതു, നമ്മൾ എത്ര ആണെങ്കിലും വെള്ളം അടിക്കാം, പക്ഷെ സ്റ്റഡി ആയിരിക്കണം. ഒരു ഡൗട്ട് അടിക്കരുത് നമ്മൾ വെള്ളം അടിച്ചത്. അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. നിന്റെ എടാ അളിയ, ഇതേലൊരു അഡീഷണൽ പൂട്ട് ഫിറ്റ് ആയതുകൊണ്ട് നിനക്ക് തോന്നതാ. നേരെ നോക്ക്. ശരിക്കും നോക്കടാ. അല്ലളിയാ, 2 എണ്ണം ഉണ്ട്. നീ വേണേ നോക്ക്. 2 പൂട്ടോ? ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ചാക്കുണ്ണി അങ്ങനെ പിടിച്ച് പൂട്ടി തരികൂടെ? എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം, ചീങ്കണ്ണി ആയാലും കൊള്ളാം. പകൽ 5 കഷ്ടപ്പെട്ട് മനുഷ്യന് തലയയക്കാമെന്ന് കരുതി രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക, അടിച്ച് പൊളിക്കടാ. അയ്യോ, പൂട്ട് തല്ലി പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണോ വകന്റെ ഈ ലോഡ്ജ്? എത്ര ദിവസമാണ് പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതിയെന്ന്? ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾക്ക് ഓരോരുത്തർ കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല. ഞങ്ങൾ എന്തോ കിട്ടൂല. എങ്ങനെ കിട്ടാനാണ്? അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ? എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല. കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ്. അല്ലെങ്കിലേ അയാളെ എന്നെ ഇറക്കി വിടും. അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ്. ചാക്കുണ്ണിയേട്ട സമാധാനായിട്ടിരിക്കും. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും. അല്ലേ? അല്ലേ? അതെ അതെ. വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത്? അത് പിന്നെ ചാക്കുണ്ണിയേട്ടൻ ചാക്കുണ്ണിയേട്ടൻ ഇടാറില്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ? അത് ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം. നീയും ഇട്ടോ, പക്ഷെ നാളെ എന്റെ കൂടെ തിരുമ്പാൻ വരണം. അയ്യോ, എന്നയ്യാ ഇത് കലാട്ടാ. തൂങ്ക വേണ്ടാമാ. ചാക്കുണ്ണിയേട്ട അടുത്ത മുറിന്നൊക്കെ ആള് നോക്കുന്നു. നമ്മള് കള്ളുപിടിച്ചിട്ട് വഴക്കാന്ന് വിചാരിക്കും. പിന്നെ നമ്മള് സ്നേഹിക്കണാണ്. അവനും ഇത് തന്നെയാണ് കേസ് കെട്ട്. വാടക വരാനുണ്ട്. വാടക പറഞ്ഞേ അവൻ 3 മാസമാണെങ്കിൽ നീ 4 മാസമാണ് കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരണുണ്ട്. അപ്പളേ വേഗം സ്ഥലം കാലിയാക്ക്. അയ്യോ, ഈ അസമയത്ത് ഞങ്ങൾ എവിടെ പോവാനാ? അയ്യോ, ഇപ്പൊ പെറ്റ് വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാക്കുണ്ണിയുടെ പൈസ കൊടുക്കാൻ. എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർത്തില്ലടാ. കുറ്റം മുഴുവൻ എന്റെ ഭർത്താവല്ലേ? നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണം. നിനക്ക് തരാനുള്ള 100 രൂപ. ഇനി നമ്മൾ തമ്മിലൊരു കച്ചവടമില്ല. ഇനി നമ്മൾ തമ്മിലൊരു ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത്. 100 ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ ഇനി മുറി തറ. എന്നാ ഇനി ചാക്കുണ്ണിയേട്ടൻ നമുക്ക് 2 സ്മാൾ അടിച്ച് പിരിയാം. ഏത് സ്മാളാ? ചാക്കുണ്ണിയേട്ടൻ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റം അടിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കൊടറേ. റമ്മ? ചുമ്മാ. അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ. അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണ കൊഴമ്പാ? ഇത് കുഴമ്പ് തന്നെയാണ്. ചാക്കുണ്ണിയേട്ടാ, ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളി തന്നെ ഉണ്ട്. സമാധാനമായല്ല? എന്റെ 2 ദിവസത്തെ കാര്യം കുശാലായി. ഇവറ്റകൾ വാടക തന്നില്ല. ഇതുപോലെ 2 ദിവസവും കിട്ടിയാ മതിയാ. എന്റെ ഈശോയെ, ഇത് ആരാണ് മുതലാളി? എപ്പോ ഇന്ന് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണവരാരും വാടക എനിക്കറിയണ്ട.
എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ? അറിയാവേ, ഒരു കൊല്ലത്തെ. സത്യമാണല്ലോ. സത്യമാണ്. എന്നെ ലാഡ്ജ് പൊട്ടി താക്കോലിക്കാണ് മതി നടത്തിയത്. മുതലാളി, നാളെ രൂപ ഞാൻ അങ്ങാട്ടെത്തിക്കാം. വേണ്ട, ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ? വാടകയും കൂടുതൽ കിട്ടും. തനിക്ക് വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നമുക്ക് ടെറസിലോട്ടിരിക്കാം. എന്നെ അങ്ങനെ ഇരുത്തണ്ട, ഇരുത്തോടത്തോളം മതി. ഞാൻ വാടക കൊണ്ടേ പോകൂ. ഒരു ചെറുതുണ്ട്. ഏ? മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ്. തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം, പക്ഷേ ലാഡ്ജ് പൊട്ടി താക്കോലിങ്ങി തരണം. മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം. നമുക്ക് ടെറസിലേക്ക് പോകാം. ഓ കാല. ഇവിടെ തന്നെ. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉള്ളതാ. നീ വന്നേ. ദാ ഒരു കേസ്. എവിടെ? ദാ നോക്ക്. വകുപ്പാണെന്നാ തോന്നുന്നു. ആണോ? കണ്ടാൽ അറിഞ്ഞൂടെ? ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടി ലൈന. ഒന്ന് മുട്ടി നോക്കിയാലോ? വാ. ഇവിടെ ആരും ഇല്ലേ? ഈ ലോഡ്ജിന്റെ ആളിവിടെ ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ഉണ്ടല്ലോ. ആരാ? ഇവരിവിടുത്തെ ഒരു മാനേജരാ. ഞാനതൊക്കെ നോക്കിയിടുന്ന ആള്. ആ, നിങ്ങളെ അന്വേഷിച്ചേ ഞാൻ വന്നിരിക്കുന്നേ. അത് മനസ്സിലായി. മുകളിലത്തെ 4-ാം നമ്പർ മുറി തുറന്നിട്ടിരിക്കുക. സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിക്കോ. മുകളിലോട്ട് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വെച്ച്. എന്തോന്ന്? അല്ല, മേളാണ് റൂം. ഇപ്പൊ എത്ര റൂമിൽ ആളുണ്ട്? അയ്യോ, ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളുള്ളൂ, ബാക്കി മുഴുവൻ ഒഴിഞ്ഞെടുക്കും. ഏ, എല്ലാ മുറിയും പോയിട്ട് താക്കോലിങ് എടുക്ക. മനസ്സിലായില്ല. ഹാ, മനസ്സിലാക്കി തരാം. വാടക തരാതെ ലോഡ്ജ് എടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശ് ചോദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക. ഇനി അത് നടപ്പില്ല. വാടക തരാൻ വയ്യെങ്കിലേ ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. അയ്യോ, ഞങ്ങളല്ല ലാഡ്ജ് നടത്തുന്നത്. പിന്നാരാ? ചാക്കുണ്ണി. പിന്നെ നിങ്ങളാ നടത്തുന്നെന്ന് പറഞ്ഞതാ? അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുമില്ലെന്ന് പറയുന്നത് മോശമല്ലെന്ന് കരുതി ഞങ്ങൾ അറ്റൻഡ് ചെയ്താ. ഞങ്ങള് വെറും താമസക്കാരാ. അപ്പൊ നടത്തുന്ന ചീക്കുണ്ണി എവിടെ? ചീക്കുണ്ണി അല്ല, ചാക്കുണ്ണി. ഏത് ഉണ്ണിയായാലും കൊള്ളാം, അയാൾ എവിടെ പോയി? തുണി എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ദാ, ഇവനാണ് അങ്ങനെ ആത്മാ. ചേച്ചിയായിരുന്നോ? ചെറുക്ക, മോളി പോയി മുറിയെല്ലാം പോയിട്ട് താക്കോലിങ് കൊണ്ടുവാ. ചായ, വേണ്ട. ദ്വാശ, വായിൽ മുറുക്കാൻ കിടക്കുന്നല്ലേ. കൊണ്ടുപോയി റൂമിൽ വേടേ. മുതലാളിയുടെ മോളാണല്ലേ? എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത്. എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? എല്ലാം പൂട്ടിയോടാ. ആ പൂട്ടി. ആ പോയിക്കോ. അപ്പൊ അയ്യോ, കൊള്ളാമല്ലോടെ. തമിഴ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നോലുണ്ടല്ലേ. നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ കേറിയാനല്ലേ. കേറിയനെ. ഇവിടെയല്ല, പോലീസ് സ്റ്റേഷന്റെ മുറിയില്. ഇന്ന ചാക്കുണ്ണിയുടെ കത്തിക്കല് തീർന്ന മട്ട വരുന്നുണ്ട്. ദാ വന്നല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങാട്ട് പോണ കണ്ടല്ല. നിങ്ങൾ വല്ലത് ഒപ്പിച്ചാ? ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വല്ലത് ഒത്തേനെ. ഏത് കേസ് കെട്ടാണ്? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല. മുതലാളിയുടെ മോളാണ്. ആണോ? അല്ല, പെണ്ണ്. മുറിയെല്ലാം പൂട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം. എന്റെ ഈശോയെ, താക്കോലുമായിട്ടാണോ പോയത്? ചെല്ലേ